അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബ്ലോക്ക് എ ഷോൺ ഇൻ ഫിഗർ വെയിറ്റ് 200 ന്യൂട്ടൺ. അപ്പം എ എന്ന് പറയുന്ന ബ്ലോക്കിന് 200 ന്യൂട്ടൺ വെയിറ്റ് ഉണ്ട്. ബ്ലോക്ക് ബി വെയ്റ്റ്സ് 300 ന്യൂട്ടൺ. അപ്പോൾ വെയിറ്റ് ഓഫ് ബ്ലോക്ക് എ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ഈസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ, ഡബ്ല്യു ബി ഈസ് ഈക്വൽ ടു 300 ന്യൂട്ടൺ. Find the force P required to move the block B. We have to find P. Assume the coefficient of friction for all surfaces equal to 0.3. That is mu is equal to 0.3 for all surfaces. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ബി എന്ന് പറയുന്ന ബോഡിയുടെ എന്ത് വരയ്ക്കാൻ പോവാണ്? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ ബി എന്ന് പറയുന്ന ബോഡി മാത്രം ഇവിടെ നിങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ്? മാറ്റി വരയ്ക്കുവാണ്. എന്നിട്ട് ആ ബി എന്ന് പറയുന്ന ബോഡിയിൽ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്ക് ആദ്യം എന്ത് ആഡ് ചെയ്യും? ബി എന്ന് പറയുന്ന ബോഡിയിൽ വെയിറ്റ് കൊടുത്തു. വെയിറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവാർഡ് കൊടുത്തു. എത്രയാണ് വെയിറ്റ്? ഡബ്ല്യു ബി ഈസ് ഈക്വൽ ടു 300 ന്യൂട്ടൺ. അവിടെ അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് പി. അപ്പോൾ രണ്ടാമത് അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തു. ഇനി ടെൻഷൻ, റിയാക്ഷൻ അങ്ങനെയുള്ള സാധനം. ടെൻഷനൊന്നുമില്ല, റിയാക്ഷൻ നമുക്ക് ഈ സർഫസിൽ. ഇനി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇവിടെ ഏതൊക്കെ സർഫസസിൽ ഫ്രിക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ റിയാക്ഷൻ എനിക്ക് ഇവിടെ കൊടുത്തിടാം. ഇവിടെയാണ് നമ്മളെ ഫസ്റ്റ് റിയാക്ഷൻ വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ബോഡിയിലേക്ക് ഒരു റിയാക്ഷൻ വരുന്നുണ്ട്. ആ ബോഡിയിലേക്ക് വരുന്നൊരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറയുന്നു RN. ടുവാർഡ്സ് ദാറ്റ് ബോഡി വി ആർ ഹാവിങ് ദ റിയാക്ഷൻ RN1. ഓക്കെ, അപ്പോൾ ഇവിടെ RN1 എന്ന് പറയുന്ന റിയാക്ഷനുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബോഡിയിൽ ഏതൊക്കെ സർഫസസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഈ ഒരു കോൺടാക്ട് സർഫസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും, ഇവിടെയും ഒരു എന്തുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, റിയാക്ഷൻ്റെ കേസിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. റിയാക്ഷൻ്റെ കാര്യം നോക്കുമ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്, അതേമാതിരി ഇവിടെയും റിയാക്ഷൻ വരത്തില്ലേ? കാര്യം രണ്ട് സർഫസസിലും കോൺടാക്ട് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ കോൺടാക്ട് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു ബോഡി മറ്റൊരു ബോഡിയുമായിട്ട് കോൺടാക്ട് ഇരിക്കുന്നെങ്കിൽ അവിടെ എല്ലാം എന്ത് വരും? റിയാക്ഷൻ വരും. ഈ ഒരു സർഫസിന് ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് വെർട്ടിക്കലി അവിടെ ഒരു റിയാക്ഷൻ വന്നു. അതേമാതിരി ഈ ബോഡിയിലെന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പോയിന്റിലും എന്ത് വരും? റിയാക്ഷൻ വരും. അപ്പോൾ ഈ താഴത്തെ ഈ ഒരു പോയിന്റിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് RN1 എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ടുവാർഡ്സ് ദാറ്റ് ബോഡി, ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ടുവാർഡ്സ് ദാറ്റ് ബോഡിയുള്ള റിയാക്ഷൻ ഞാൻ എന്തെന്ന് കൊടുത്തു? RN2 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ 300 ന്യൂട്ടൺ എന്ന് പറയുന്ന എന്തിൻ്റെ കൂട്ടത്തിൽ? നമ്മുടെ വെയിറ്റിൻ്റെ കൂട്ടത്തിൽ RN2 എന്ന് പറയുന്ന റിയാക്ഷൻ കൂടി എന്ത് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ തീർന്നല്ലോ. വെയിറ്റായി, അപ്ലൈഡ് ഫോഴ്സായി, ടെൻഷനായി, റിയാക്ഷനായി. ടെൻഷൻ ഇവിടെ സ്ട്രിങ് ഇല്ലാത്തതുകൊണ്ടില്ല. ഇനിയാണ് നമ്മൾ ഫ്രിക്ഷൻ റെപ്രസെൻറ്റ് ചെയ്തത്. ഫ്രിക്ഷൻ ഏതൊക്കെ സർഫ് പോയിന്റിൽ വരും? ഇവിടെയും വരും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ ഫ്രിക്ഷൻ്റെ ഈ ഒരു ബോഡി എടുത്തതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബോഡിയിലാണ് ഞാൻ P എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുന്നത്. ആ P എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ബോഡി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഇറ്റ് വിൽ ബി മൂവിങ് ടുവാർഡ്സ് ദ റൈറ്റ് സൈഡ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആണ് ഫ്രിക്ഷൻ എന്ന് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചത്. ഇതെങ്ങനെ മൂവ് ചെയ്യുന്നൊന്നും നമ്മൾ കൺഫ്യൂസ് ചെയ്യേണ്ട. നമ്മൾ എങ്ങനെ അവിടെ ഫ്രിക്ഷൻ, ഈ ഒരു സർഫസിൽ ഫ്രിക്ഷൻ എങ്ങനെ വരും എന്ന് നമ്മൾ ആദ്യം ആലോചിക്കേണ്ട. നമ്മൾ മൂവ് ചെയ്യുന്ന ബോഡി ഏതാണോ, നമുക്ക് തന്നിരിക്കുന്ന അറേഞ്ച്മെൻറ്റിൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ള ബോഡി ഏതാണോ, അതിൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് നമുക്ക് അറിയാമെന്നുള്ള ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാമേ ആദ്യം വരയ്ക്കാവൂ ഫ്രിക്ഷൻ ഉള്ള കേസസിൽ. അപ്പോൾ മ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായി നമുക്ക് ഫ്രിക്ഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മ്യൂ എന്ന് പറയുന്ന സാധനത്തിൽ ഫ്രിക്ഷൻ ഫോഴ്സ് വേണം, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ ബോഡി മൂവ് ചെയ്യുന്ന റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ എവിടെയൊക്കെയാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ഉള്ളത്? ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ ബോഡി മൂവ് ചെയ്യുന്നത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും അവിടെ എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സർഫസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? F എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ഒരു സർഫസിലെ ഫ്രിക്ഷൻ ഫോഴ്സ് ഏത് ഡയറക്ഷനിലെ എന്ത് ചെയ്യത്തുള്ളൂ? ആക്ട് ചെയ്യത്തുള്ളൂ? ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്തു. ഇവിടെ F1 ഇത് F2 എന്ന് പറയുന്ന രണ്ട് ഫ്രിക്ഷൻ ഫോഴ്സസ് ഉണ്ട്. അത് രണ്ടും ഈ ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ, ഞാൻ കൺസിഡർ ചെയ്ത ബോഡി ഏതാണ്? B എന്ന് പറയുന്ന ബോഡി. ആ B എന്ന് പറയുന്ന ബോഡിയുടെ മോഷൻ റൈറ്റ് സൈഡിലേക്കായതുകൊണ്ട് അതിന് എഗെയിൻസ്റ്റ്. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു മ്യൂ ഇൻറ്റു RN1 അല്ലേ? മ്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.3 ഇൻറ്റു RN1. ഇവിടെ അതേമാതിരി തന്നെ ഈ ഒരു സർഫസിലും ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് തന്നെയാണ്? ആ ബോഡി എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് അതിന് എഗെയിൻസ്റ്റ് ആണ്. മ്യൂ ഇൻറ്റു RN1 ദാറ്റ് ഈസ് 0.3 ഇൻറ്റു RN1 അല്ല, അവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്താണ്? RN2 ആണ്. അപ്പോൾ ആ മ്യൂ ഇൻറ്റു RN2 അവിടെ എന്ത് കൊടുക്കുക? ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് F2 എന്ന് പറയുന്നത് ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ RN2 ഉണ്ടെങ്കിൽ അതിന് പ്രപ്പോർഷനാണ്. ഇത് മ്യൂ ഇൻറ്റു RN2 ആണ്. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ F1 എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു അവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്താണ്? RN1 ഉണ്ടെങ്കിൽ അതിന് പ്രപ്പോർഷനാണ്. അതാണ് ഞാനിവിടെ വരച്ചത്. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ A എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ വരയ്ക്കാനായിട്ട് പോവാം. A എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോഴും ഇതേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ വെയിറ്റ് മാർക്കണം. A എന്ന് പറയുന്ന ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ. അപ്പോൾ വെയിറ്റ് 200 ന്യൂട്ടൺ എന്ന് പറയുന്നത് അവിടെ കിട്ടി.
ഇനി അടുത്തത് ആ ബോഡിയിൽ അപ്ലൈഡ് ഫോഴ്സ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ആ ബോഡിയിൽ ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. നോക്കിയാൽ ഈ സ്ട്രിങ് കണ്ടോ, ഇത് സ്ട്രിങ് ആണ് അല്ലേ? അപ്പോൾ സ്ട്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി ടെൻഷൻ എലോങ് ദ സ്ട്രിങ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ഡയറക്ഷനിൽ എവേ ഫ്രം ദാറ്റ് ബോഡിയാണ് ടെൻഷൻ. ഞാൻ വീണ്ടും പറയുന്നു, ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ ഇതെല്ലാം ക്ലിയർ ചെയ്താണ്, വീണ്ടും അതിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. എവേ ഫ്രം ദാറ്റ് ബോഡി ആയിരിക്കും എപ്പോഴും ടെൻഷൻ. റിയാക്ഷൻ എന്ന് പറയുന്നത് ടുവാർഡ്സ് ദാറ്റ് ബോഡി ആയിരിക്കും. അപ്പോൾ ടെൻഷൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പം എന്തൊക്കെ കാര്യങ്ങളായി? വെയിറ്റായി, 5 സാധനങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. എന്താണ്? വെയിറ്റായി, അപ്ലൈഡ് ഫോഴ്സ് ഇല്ല, ടെൻഷൻ മാർക്ക് ചെയ്തു, റിയാക്ഷൻ. ഇനി റിയാക്ഷൻ എവിടേക്ക് വരും? റിയാക്ഷൻ ഇവിടെ മാത്രമേ കോൺടാക്റ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് റിയാക്ഷൻ വരുന്നത് ടുവാർഡ്സ് ദാറ്റ് ബോഡി. ഇവിടുത്തെ റിയാക്ഷൻ നമ്മൾ RN2 എന്നല്ലേ എടുത്തേക്കുന്നത്, RN2 എന്ന് എടുത്തേക്കുന്നത്, ദാറ്റ് ഈസ് RN2. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ A എന്ന് പറയുന്ന ബോഡിയുടെ എക്വിലിബ്രിയം എടുക്കുമ്പോഴത്തേക്ക് ആ ബോഡിയിലേക്കാണ് റിയാക്ഷൻ കൊടുക്കേണ്ടത്. RN2 എന്ന് പറയുന്നത് ബോഡിയിലേക്ക് കൊടുക്കും, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു, ഈ ഒരു RN2ന് ഈക്വൽ തന്നെയാണ്, അതിന് ഈക്വൽ തന്നെയാണ്, ബട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കണം. ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കേണ്ടത് ഈ ഒരു സർഫസിലാണല്ലോ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി B എന്ന് പറയുന്ന പോയിന്റ് ബോഡി എടുത്തപ്പോഴത്തേക്ക് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു mu ഇൻറ്റു RN2 എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടില്ലേ? അതായത് ദിസ് ഇസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. അതിന് അതേ സർഫസിൽ തന്നെയല്ലേ A എടുക്കുമ്പോഴും ഇവിടെ ഈ ഒരു സർഫസ് തന്നെ, ഇത് കോമൺ സർഫസ് അല്ലേ? അപ്പോൾ കോമൺ സർഫസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് മോഷൻ അറിയാവുന്നുള്ള ബോഡിയുടെ ഡയറക്ഷൻ വെച്ച് എന്താണോ ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്തത് ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം? ഈ സർഫസിൽ A എന്ന് പറയുന്ന ബോഡിക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുക. ഒന്നുകൂടെ പറയാം, ഈ B എന്ന് പറയുന്ന ബോഡിയിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ, ബിയുടെ ഇക്വിലിബ്രിയം എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ് വരുന്നതെങ്കിൽ, ബിയുമായിട്ട് കോൺടാക്റ്റിലിരിക്കുന്ന എയുടെ ഇക്വിലിബ്രിയം എടുക്കുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരും. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ്. ഈ ഒരു സർഫസാണ് എന്താണ് ഇവിടെ കാണുന്നത്, ഈ ഒരു സർഫസ് അല്ലേ, ഈ ഒരു കോമൺ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്യരുത്, അതിന് നേരെ എന്ത് മാർക്ക് ചെയ്യുക? ഓപ്പോസിറ്റ് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ആലോചിച്ചാൽ മതി. RN2 ആണ്, RN2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0.3 ഇൻറ്റു RN2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ ഇതിൻ്റെ അതേ ഡയറക്ഷൻ ആയിരിക്കത്തില്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയാൽ വി ആർ ഹാവിങ് ദ സൊല്യൂഷൻ. നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. ഇത് വെർട്ടിക്കൽ ഫോഴ്സ് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സം എടുക്കുമ്പോൾ ഇത് ചടപടയെന്ന് പറഞ്ഞ് തീരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ബോഡിയും സെപ്പറേറ്റ് എടുത്ത് ചെയ്യുക. എന്താണ് അൺനോൺ ഫോഴ്സസ് കൂടുതൽ ഏതാണ്, കുറവ് ഏതാണ് എന്നുള്ളതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് അപ്ലൈഡ് ഫോഴ്സ് ഇവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് പിയും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് തീരുന്നത്, അതായത് മിനിമം നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് ഉള്ളത് ഏതാണ്? ഇതിൽ ഏതൊക്കെയാണ് അൺനോൺ ഫോഴ്സ്? RN2ഉം ടെൻഷൻ. അപ്പോൾ 2 അൺനോൺ ഫോഴ്സേ ഉള്ളൂ. ഇവിടെ എത്ര ഫോഴ്സ് ഉണ്ട്? RN1 ഉണ്ട്, RN2 ഉണ്ട്, P ഉണ്ട്. therefore we are having 3 unknown forces. നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിലേ അറിയാം 2 unknown forces ഉള്ളെങ്കിൽ നമുക്ക് സിംപ്ലി നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അപ്പം ഇവിടെ ഞാൻ ഈ 2 unknown forces വെച്ചിട്ട് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു 0, സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 എടുക്കുന്നു. ഡയറക്റ്റ് അങ്ങ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. സിഗ്മ FX ഈക്വൽ ടു 0, FX ലെഫ്റ്റിലേക്ക് വരുന്നത് -T, റൈറ്റിലേക്ക് പോകുന്നത് +0.3 RN2 which is equal to എന്ത് 0. അപ്പോൾ ഇത് രണ്ടും എക്സ് കഴിഞ്ഞു. ഇവിടെ നിന്ന് 0.3 ഇൻറ്റു RN2 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടും? T എന്ന് കിട്ടും. ഇനി അടുത്ത സിഗ്മ FY ഈക്വൽ ടു 0, വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെ? 200 ന്യൂട്ടനും ഇതും. അപ്പോൾ 200 എന്ന് പറയുന്നത് മൈനസ് ഇട്ടു, പ്ലസ് RN2 എന്ന് പറയുന്ന മുകളിലേക്ക് വന്ന് പ്ലസ് ഇട്ടു, വിച്ച് ഈസ് ഈക്വൽ ടു 0 വന്നു. ഇവിടെ നിന്ന് RN2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 200 ന്യൂട്ടൺ എന്ന് കിട്ടി. ഈ 200 ന്യൂട്ടൺ എന്ന് പറയുന്ന സാധനം ഞാൻ ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 0.3 ഇൻറ്റു RN2 എന്ന് എഴുതാം, which is equal to 0.3 into RN2 എന്ന് പറഞ്ഞാൽ എന്താണ്? 200 എന്ന് കിട്ടി. 0.3 into RN2 എന്ന് പറയുന്നത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 60 ന്യൂട്ടൺ എന്ന് കിട്ടും. 60 ന്യൂട്ടനാണ് നമുക്ക് എന്തെന്ന് കിട്ടി? ടെൻഷൻ T എന്ന് കിട്ടി. ഇനി ഇവിടെ അപ്പോൾ നോൺ ആയിട്ടുള്ള ഫോഴ്സസ് ഏതൊക്കെയായി? RN2 200 ന്യൂട്ടൺ എന്നറിയാം. അപ്പോൾ RN2ൻ്റെ വാല്യൂ നമുക്ക് എന്തെന്ന് കൊടുക്കാം? 200 ന്യൂട്ടൺ എന്ന് പറയുന്ന രണ്ടാമത്തെ ബോഡിയിലേക്ക് ഇക്വിലിബ്രിയത്തിൽ കൊടുക്കാം. അവിടെ സിഗ്മ FX ഈക്വൽ ടു 0, സിഗ്മ FY ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ FX ആയിട്ട് ഹോറിസോണ്ടൽ ഫോഴ്സ് ആയിട്ട് വരുന്നത് ഇതൊരു ഹോറിസോണ്ടൽ ഫോഴ്സ് ആണ്, ഇതൊരു ഹോറിസോണ്ടൽ ഫോഴ്സ് ആണ്, ഇതൊരു ഹോറിസോണ്ടൽ. അങ്ങോട്ടുള്ള എല്ലാം പോസിറ്റീവും തിരിച്ചു വരുന്ന എല്ലാം നെഗറ്റീവ് എടുത്താൽ ഈ ഒരു ഫോഴ്സ് നെഗറ്റീവ് ഇങ്ങോട്ടേക്ക് വരും. -0.3 ഇൻറ്റു RN2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? RN2 എനിക്കറിയാം, അത് നമുക്ക് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. RN2 നമുക്ക് ഇവിടെ അറിയാമല്ലോ, അത് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.3 RN2 പ്ലസ് പി എന്ന് പറയുന്ന റൈറ്റ് സൈഡിലേക്ക് പ്ലസ് ഇട്ടു, മൈനസ് ഇങ്ങോട്ടേക്ക് വരുന്നത് 0.3 RN1 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഇവിടെ RN2 എന്ന് പറഞ്ഞാൽ 200 ആണെന്ന് അറിയാവുന്നതുകൊണ്ട് 0.3 ഇൻറ്റു എന്താണ്? 200 പ്ലസ് എന്താണ്? P minus 0.3 RN1 is equal to 0. From this equation we have
പി മൈനസ് 0.3 ആർ എൻ വൺ ഈസ് ഈക്വൽ ടു ഇതങ്ങ് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് 0.3 ഇൻറ്റു 200 എന്ന് പറയുന്നത് പോസിറ്റീവ് 0.3 ഇൻറ്റു 200 വിച്ച് ഇസ് ഈക്വൽ ടു 0.3 ഇൻറ്റു 200 അല്ലേ നമ്മളിവിടെയും ചെയ്തത്. അപ്പോൾ 60 എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി ഹാവ് പി മൈനസ് 0.3 ആർ എൻ വൺ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി 60 എന്ന് കിട്ടി. ഇനി സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എടുത്ത പോലെ സിഗ്മ എഫ് ഒ ഈക്വൽ ടു 0 എടുക്കുക. എഫ് ഒ ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്ക് വെർട്ടിക്കൽ ഫോഴ്സസ് എന്ന് പറയുന്ന 1 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫോഴ്സസ് വരുമ്പോഴത്തേക്ക് ഇത് വെർട്ടിക്കൽ ഫോഴ്സ് വന്നു. പിന്നെ അടുത്ത എന്താണ് 300 ഇത് വിട്ടുപോകരുത്. 300 ന്യൂട്ടൺ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. ആർ എൻ ടു എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. പിന്നെ ആർ എൻ വൺ എന്ന് പറയുന്ന വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഇത് മൂന്ന് താഴേക്ക് വരുന്ന എല്ലാം പോസിറ്റീവ്, മുകളിലേക്കുള്ള നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ താഴേക്ക് വരുന്ന ഇത് 200 ന്യൂട്ടൺ പോസിറ്റീവ് ഇട്ടു, പ്ലസ് 300 ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ രണ്ടാമത്തതും പോസിറ്റീവ് ആണ്. ഇത് രണ്ടും പോസിറ്റീവ് വന്നു. മുകളിലേക്ക് പോകുന്ന ആർ എൻ ടു ആർ എൻ വൺ എന്ന് പറഞ്ഞ നെഗറ്റീവ് ഇട്ടു വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് ആർ എൻ വൺ ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും 500 ന്യൂട്ടൺ. വി ഹാവ് ആർ എൻ വൺ ഈസ് ഈക്വൽ ടു 500. therefore we can find p from this equation. p is equal to 60. ഈ മൈനസ് 0.3 എന്ന് പറയുന്ന പ്ലസ് 0.3 ആർ എൻ വൺ എന്ന് പറയുന്ന അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അവിടെ നിന്ന് 60 പ്ലസ് 0.3 ഇൻറ്റു ആർ എൻ വൺ എന്ന് പറയുന്ന 500 നമ്മൾ ഇട്ടു. അതിൻ്റെ വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 210 ന്യൂട്ടൺ എന്ന് കിട്ടും. വി ഹാവ് അവർ ആൻസർ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന സാധനം. ഈ ഡയറക്ഷൻ കണ്ടുപിടിച്ച് ഈ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചാൽ സാധനം തീർന്നു. മൂവിങ് ഓൺ, വാട്ട് വുഡ് ബി ദ വാല്യൂ ഓഫ് ആംഗിൾ തീറ്റ? ഇതേ ക്വസ്റ്റ്യന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്താണ് എക്സ് വൈ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ ഈ ഫൈയുടെ ആംഗിളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. വാട്ട് വുഡ് ബി ദ വാല്യൂ ഓഫ് തീറ്റ? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് തീറ്റ ഫോർ ദ മോഷൻ ഓഫ് ദ ബ്ലോക്ക് ബി ഇൻ 90 ന്യൂട്ടൺ. ബി എന്ന് പറയുന്നത് എന്താണ്, വെയിറ്റ് എന്ന് പറയുന്നത് 90 ന്യൂട്ടൺ ആണ്. ദാറ്റ് ഈസ് ഡബ്ല്യു ബി ഈസ് ഈക്വൽ ടു 90 ന്യൂട്ടൺ ടു ഇംപെൻഡ് ഡൗൺ ദ പ്ലെയിൻ. ഇത് താഴേക്ക് വരണം. അപ്പോൾ ബിയുടെ മോഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ബി വിൽ ബി മൂവിങ് എന്താണ് ഡൗൺവേർഡ്സ്. സോ മൂവ്മെൻ്റ് ഉള്ളത് ഇവിടെ ബിക്കാണ്. അപ്പോൾ ബിക്ക് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഫ്രിക്ഷൻ മാർക്ക് ചെയ്യുക, പിന്നെ കണക്ട് ചെയ്ത് അങ്ങ് പോവാം. down by the coefficient of friction for all the surfaces of contact is 1/3, that is mu is equal to 1/3, and block A weighs 30 Newton, that is WB is equal to PLLO, WA is equal to 30 Newton, and the block A is held in position as shown in figure. Block A എന്ന് പറയുന്ന പൊസിഷനിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡ്രോയിങ് ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോഡി ബി എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ ആദ്യം വരയ്ക്കുന്നു. അപ്പോൾ ബി എന്ന് പറയുന്ന ബോഡി ഇതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിന് പാരലായിട്ടുള്ള ഈ സർഫസിന് പാരലായിട്ടുള്ള ആക്സിസ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ദ എക്സ് ആക്സിസ് ആൻഡ് ദ പെർപെൻഡിക്കുലർ ആക്സിസ് ദിസ് വൺ ഈസ് കൺസിഡർഡ് ആസ് ദ വൈ ആക്സിസ്. ഫോർ സിംപ്ലി കാൽക്കുലേറ്റിംഗ് ദ എന്താണ് റിസോൾവ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്, വീണ്ടും ഞാൻ പറയുന്നു, ഇതൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നോർമൽ റിയാക്ഷൻ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ദ നോർമൽ റിയാക്ഷൻ വിൽ ബി ആക്ടിങ് ടുവേർഡ്സ് ദിസ് ബോഡി, ദാറ്റ് ഈസ് RN1 എലോങ് എന്താണ് വൈ ആക്സിസ്. ആൻഡ് വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി? വെയിറ്റ് ഓഫ് ദ ബോഡി വിൽ ബി ഓൾവേസ് വെർട്ടിക്കൽ തന്നെയായിരിക്കും അല്ലേ, വെർട്ടിക്കൽ തന്നെയായിരിക്കും വെയിറ്റ് ഓഫ് ദ ബോഡി. ആ വെയിറ്റ് ഓഫ് ദ ബോഡിയുടെ വാല്യൂ എത്രയാണ്? വെയിറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് 90 ന്യൂട്ടൺ ആണ്. ഇറ്റ് വിൽ ബി 90 ന്യൂട്ടൺ ആൻഡ് ഇറ്റ് വിൽ ബി ഓൾസോ ഇൻക്ലൈൻഡ് അറ്റ് ദ സെയിം ആംഗിൾ. ഇത് തീറ്റയാണെങ്കിൽ അത് വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ആ വെയിറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ത് തന്നെയായിരിക്കും? ഇത് തീറ്റയെന്ന് എടുക്കാം. വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും തീറ്റയാണ്. ഫൈ എഴുതുമ്പോഴത്തേക്ക് ചുമ്മാ വാലൊക്കെ ഇടണം, അതെ തീറ്റയായി. ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ആക്ട് ചെയ്യുന്ന എവിടെയൊക്കെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരേണ്ടതെന്ന് ആലോചിക്കുക. ഇവിടെ ഒരു റിയാക്ഷൻ ഇവിടെ ആയി. ഇനി അടുത്ത ഈ ഒരു കോൺടാക്ട് സർഫസിൽ ഒരു റിയാക്ഷൻ വരത്തില്ലേ? ആ കോൺടാക്ട് സർഫസിലെ റിയാക്ഷനും ഇതിന് എലോങ് ആയിട്ട് തന്നെ വരും അല്ലേ. അപ്പോൾ ഇതിന് എലോങ് ആയിട്ട് അവിടെ ഒരു കോൺടാക്ട് സർഫസിൽ റിയാക്ഷൻ വരുന്നുണ്ട്. ആ ഒരു കോൺടാക്ട് സർഫസിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറയുന്നു ദിസ് ഈസ് എ പോയിന്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ആ കോൺടാക്ട് സർഫസിലേക്കുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് RN2 ആണ് അവിടുത്തെ കോൺടാക്ട് സർഫസിലേക്കുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോട്ടെ, നേരത്തെ ക്വസ്റ്റ്യൻ ശരിയാണോ എന്ന് നോക്കിക്കോട്ടെ. ഞാൻ RN1 ബ്ലോക്ക് A, RN2 ഈസ് ഈക്വൽ ടു 200 and 500. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഓക്കെ ഇതിൽ തിരിച്ചെടുത്തേക്കുന്നത് അത്രേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല, സെയിം. അപ്പം 90 ന്യൂട്ടൺ നീട്ടി. ഇനി നെക്സ്റ്റ് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റിയാക്ഷൻ RN2. അപ്പോൾ ഈ ഒരു പോയിന്റിൽ 2 രണ്ട് റിയാക്ഷൻസ് മാർക്ക് ചെയ്തു. ഈ രണ്ട് റിയാക്ഷനുള്ള രണ്ട് സർഫസിലും എന്ത് വരും? ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. ഇത് താഴേക്കല്ലേ മൂവ് ചെയ്യുന്ന, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഇതിൽ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് F1, ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് F1. അപ്പോൾ ഡയറക്ഷൻ പ്രശ്നമില്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രം ഞാനിവിടെ എന്ത് ചെയ്യാം, വേറൊരു കളറിലിടാം. ഇതെന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് വരും, ദാറ്റ് ഈസ് 1/3
ഇൻറ്റു എത്രയാണ് 1/3 ഇൻറ്റു Rn1 ആയിരിക്കും അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ദാറ്റ് ഈസ് ദിസ് വൺ വിൽ ബി 1/3 ഇൻറ്റു Rn1. R1 അവിടുത്തെ റിയാക്ഷൻ ആയതുകൊണ്ട് ഇനി ഇവിടെയും അതേ ഡയറക്ഷൻ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. ആൻഡ് ദ വാല്യൂ വിൽ ബി 1/3 ഇൻറ്റു മ്യൂ ഇൻറ്റു ഇവിടുത്തെ റിയാക്ഷൻ എന്താണ് Rn2. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ് ആക്സിസും ഇത് വൈ ആയിട്ടും എടുത്തു നമുക്ക് കാര്യങ്ങൾ സോൾവ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ 90നെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യണം. ഒന്ന് വെർട്ടിക്കൽ കമ്പോണൻറ്റും അത് എക്സ് വൈ കമ്പോണൻറ്റും എന്താണ് വൈ കമ്പോണൻറ്റും നമ്മുടെ എക്സ് കമ്പോണൻറ്റ്. വൈ കമ്പോണൻറ്റിലേക്ക് റിസോൾവ് ചെയ്യുമ്പോൾ വൈ കമ്പോണൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇത് ഡൗൺവാർഡ് ആക്ട് ചെയ്യും, കാര്യം വെയിറ്റ് താഴേക്കാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുമ്പോൾ ഇത് ഡൗൺവാർഡ്, ഇതെന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ആരോ ഇങ്ങോട്ടേക്ക് ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ 90ലെ ഈ ഒരു റിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 90 ഇൻറ്റു സൈൻ എന്ത് വരും, തീറ്റ വരും. കാര്യം തീറ്റ ഇവിടെയാണ് നിൽക്കുന്നത്. ആ നിൽക്കുന്ന സ്ഥലത്ത് 90 ഇൻറ്റു കോസ് എത്ര വരും, തീറ്റ വരും. അപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കോസ് ഇട്ടു, മറ്റേ സ്ഥലത്ത് സൈൻ ഇട്ടു, ആരോ ഇട്ടു, ബാക്കി കാര്യങ്ങളെല്ലാം ആയി. ഇനി 90 എടുത്ത് കളയരുത്, കാര്യം 90 രണ്ടും റിസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സാധനത്തിന് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ Rn1 അൺനോൺ ആണ്, ഇവിടെ തീറ്റ അൺനോൺ ആണ്, Rn2 അൺനോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അൺനോൺസ് ഒരുപാടുണ്ട്. ഇനി ഞാൻ എ എന്ന് പറയുന്ന ബോഡി എടുക്കുന്നു. എ എന്ന് പറയുന്ന ബോഡി ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ദ ബോഡി എ എന്ന് പറയുന്ന ബോഡി എടുക്കുന്നു. എ എന്ന് പറയുന്ന ബോഡി എടുക്കുമ്പോഴും ഇതെന്ന് പറയുന്നത് അവിടുത്തെ എക്സ് ആക്സിസ് ആയിട്ടും ഇതെന്ന് പറയുന്നത് അവിടുത്തെ എന്തായിട്ടും എടുത്തു, വൈ ആക്സിസും ആയിട്ട് എടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവിടുത്തെ റിയാക്ഷൻ മാർക്ക് ചെയ്യുന്നു. ഇവിടെ Rn2 എന്ന് പറയുന്ന റിയാക്ഷൻ വരും. ആ Rn2 എന്ന് പറയുന്ന റിയാക്ഷൻ ടുവേർഡ്സ് ദാറ്റ് ബോഡി ആയിരിക്കും അതിൽ ആക്ട് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദിസ് ആൻഡ് ഓപ്പോസ് ടു ദിസ്. Rn1 താഴേക്കാണ്, ഇവിടെ Rn2 മുകളിലേക്കാണ്. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി വെയിറ്റ് ആക്ട് ചെയ്യും. വെയിറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവാർഡ് മാത്രമേ നമുക്ക് വെയിറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. എയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 30 ന്യൂട്ടൺ ആണ്, 30 ന്യൂട്ടൺ. അപ്പോൾ അത് വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും, തീറ്റ തന്നെയായിരിക്കും. അത് ഇവിടുത്തെ തീറ്റ എത്രയാണോ അത് തന്നെയായിരിക്കും. അത് നമ്മളെങ്ങനെയാണ് വന്നതെന്നൊക്കെ ഫസ്റ്റ് മോഡ്യൂൾ പറഞ്ഞാണ്, വീണ്ടും പറയുന്നില്ല. ഇനി അടുത്ത നമ്മൾ 30 എന്ന് പറയുന്നതിനെ വെച്ചിട്ട് അപ്പോൾ വെയിറ്റ് ആയി ഇതായി. ഇനി ടെൻഷനുണ്ട്. അതാണ്ട് ഈ നിലവങ്ങായിട്ട് ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങോട്ടേക്ക് എവേ ഫ്രം ദാറ്റ് ബോഡി വി വിൽ ബി ഹാവിങ് എ ടെൻഷൻ ടി. ആൻഡ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വെയിറ്റ് ആയി, ടെൻഷനായി. ഇനി വേറെ എന്തെങ്കിലും മാർക്ക് ചെയ്യാനായിട്ടുണ്ടോ, എന്തെങ്കിലും മാർക്ക് ചെയ്യാൻ, വെയിറ്റ് ആയി, ടെൻഷനായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യാം. ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത് സർഫസ് ഓഫ് കോൺടാക്ട് വരുന്ന ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ നേരത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. Rn2 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്, ഈ ഒരു ഡയറക്ഷനാണ്. അപ്പോൾ ഈ ഒരു ബോഡി എടുക്കുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് സെയിം സർഫസ്, അതായത് സെയിം സർഫസിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊടുക്കുക. Rn2 റൈറ്റിലേക്ക് കൊടുത്തു, അല്ലെങ്കിൽ ടുവേർഡ്സ്, അതായത് പോസിറ്റീവ് എക്സ് സൈഡിലേക്ക് കൊടുത്തു, ഇപ്പോൾ നെഗറ്റീവ് എക്സ് സൈഡിലേക്ക് കൊടുത്തു. സെയിം സാധനം Rn2 എന്ന് പറയുന്നത് എന്താണ്, 1/3 ഇൻറ്റു Rn2 എന്ന് പറയുന്ന സെയിം ഫ്രിക്ഷണൽ ഫോഴ്സ് തിരികെ കൊടുത്തു, ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്ത്. ഇനി ഇവിടെ നിന്ന് 30നെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്, വൈക്ക് ലോങ് ആയിട്ടുള്ള കമ്പോണൻറ്റ്. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, എക്സിന് ലോങ് ആയിട്ടുള്ള കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് ആരോ എന്ന് പറയുന്നത് താഴേക്ക് ഇരിക്കൊണ്ട് ഇത് ഇങ്ങോട്ടേക്ക് വരും. ഇതിലേക്ക് റിസോൾവ് ചെയ്യുമ്പോൾ ആരെ എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ് എന്ന് പറയുന്നത് 30 ഇൻറ്റു എന്ത് കമ്പോണൻ്റ് ആണ്, സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ്. ഈ ഒരു കമ്പോണൻറ്റ് എന്ന് പറയുന്നത് 30 ഇൻറ്റു എന്ത് കമ്പോണൻ്റ് ആണ്, കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂളിൽ ഒരുപാട് ഫ്രീ ബോഡി ഡയഗ്രാംസ് നമ്മൾ വരച്ചതാണ്. ഇനി നമ്മൾ ഇത് എടുക്കേണ്ട കാര്യമില്ല, രണ്ട് കമ്പോണൻസ് ആക്കി വെച്ചു. വി ഹാവ് ദ ഫോഴ്സസ് അലോങ് എക്സ് ആൻഡ് വൈ ഓൺലി. Now we can start doing the equilibrium condition, start taking the equilibrium condition, and we can simply find the unknown forces. Unknown forces or theta ഒക്കെ നമുക്കൊന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് ഞാൻ എടുക്കുന്നു. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എക്സ് കമ്പോണൻറ്റ് അലോങ് ആയിട്ടുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് എക്സ് ആക്സിന് അലോങ് ആയിട്ടുള്ള ഫോഴ്സാണ്. ഇതെന്ന് പറയുന്നത് എക്സ് ആക്സിന് അലോങ് ആയിട്ടുള്ള ഫോഴ്സാണ്. ടി എന്ന് പറയുന്നത് എക്സ് ആക്സിന് അലോങ് ആയിട്ടുള്ള ഫോഴ്സാണ്. വേറെ ഫോഴ്സസ് ഒന്നും ഇല്ല. സോ വി ഹാവ് അങ്ങോട്ടേക്കുള്ളത് പോസിറ്റീവായിട്ട് എടുത്താൽ ടി പോസിറ്റീവാണ്. പിന്നെ അടുത്ത ഈ ഒരു സാധനം ലെഫ്റ്റിലേക്ക് വരുന്നു. അപ്പോൾ നെഗറ്റീവ് 1/3 ഇൻറ്റു Rn2 and this one also it is towards the left side, therefore it is also negative, that is 30 into sine theta which is equal to 0. We have the unknowns here. നമുക്കിവിടെ എന്തുണ്ട്, അൺനോൺസ് ഫുൾ അൺനോൺസ് ആണ്. ആക്ച്വലി ഇവിടെ നിന്ന് നമുക്ക് ടിക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ എഴുതാം. വി ഹാവ് ടി ഈക്വൽ ടു ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പം Rn2/3 പ്ലസ് ഇത് മൈനസ് അപ്പുറത്ത് പ്ലസ് ആയി, പ്ലസ് 30 എന്തെന്ന് കിട്ടും, സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, this is the first equation. Now taking the vertical sum of vertical force is equal to 0, that is sigma Fy equal to 0. Which are the vertical forces? The vertical forces are, this one is the vertical എന്ന് ഉദ്ദേശിച്ചത് y axis along ആയിട്ടുള്ള ഫോഴ്സസ് 30 cos theta. ഇത് വെർട്ടിക്കൽ അല്ല, y axis along ആയിട്ടുള്ള 30 cos theta വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. Rn2 ഉണ്ട്, വേറൊന്നുമില്ലല്ലോ. സോ വി ഹാവ് ദ ഇക്വേഷൻ ദാറ്റ് ഈസ് Rn2 ഞാൻ എന്ന് പറയുന്ന മുകളിലേക്ക് വന്ന് പോസിറ്റീവായിട്ട് എടുത്തു. നമുക്കങ്ങനെയാണെങ്കിൽ താഴേക്ക് വരുന്ന ഈ സാധനം മൈനസ് എന്താണ് 30
കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് എന്താണ് വി ക്യാൻ ഫൈൻഡ് ആർ എൻ ടു വിച്ച് ഇസ് ഈക്വൽ ടു 30 കോസ് തീറ്റ. സോ വി ഹാവ് ദ ഇക്വേഷൻ. അപ്പോൾ ആർ എൻ ടുവിന് നമുക്ക് എന്തെന്ന് കിട്ടാം 30 കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ആർ എൻ ടുവിന് 30 കോസ് തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇപ്പം ഇവിടെ നിന്ന് രണ്ടും കൂടെ സോൾവ് ചെയ്തെടുക്കാം പോയില്ലല്ലോ. സോൾവ് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊന്നുമില്ല. ഇതിപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്താൽ വേണമെങ്കിൽ നമുക്ക് ആർ എൻ ടുവിൻ്റെ സ്ഥലത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ ടി ഇൻ ടേംസ് ഓഫ് തീറ്റ ഫുൾ തീറ്റയാവും. നമുക്ക് ഫുൾ ഒരു ഇക്വേഷൻ കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഇതെന്താണ്, ഇക്വിലിബ്രിയം ഓഫ് ഏത് ബോഡിയാണ്, ഇക്വിലിബ്രിയം ഓഫ് ബോഡി എ ആണ്. ബോഡി എ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇക്വിലിബ്രിയം ഓഫ് ബോഡി ബി കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇക്വിലിബ്രിയം ഓഫ് ബോഡി എന്താണ്, ബി എന്ന് പറയുന്ന ബോഡിയുടെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാൻ പോകണം. ബി എന്ന് പറയുന്ന ബോഡിയുടെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എടുക്കുന്നു. എഫ് എക്സ് ഈക്വൽ ടു 0, എഫ് വൈ ഈക്വൽ ടു 0, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് അവിടെ കിട്ടുന്ന കണ്ടീഷൻ എന്ന് നോക്കാം. സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ ഫോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്യണം. വൈ ആക്സിന് അലോങ് ആയിട്ട് 90 കോസ് 30 ഉണ്ട്, ആർ എൻ ടു എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, പിന്നെ എന്താണ് ആർ എൻ 1 എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. വേറെ വല്ല ഫോഴ്സും ഉണ്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ 3 ഫോഴ്സും വെച്ചിട്ട് താഴേക്കുള്ളത് പോസിറ്റീവ്, ഞാൻ 90 കോസ് 30, താഴേക്കുള്ള നെഗറ്റീവ് ഇട്ടു, മുകളിലേക്കുള്ള പോസിറ്റീവ് ഇട്ടു, താഴേക്ക് വരുന്നു ആർ എൻ ടു, അപ്പം ആർ എൻ ടു അതേപടി ഇട്ടു, മുകളിലേക്ക് പോകുന്നു ആർ എൻ 1 പ്ലസ് ആർ 1 ഇട്ടു. ഈ സാധനങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പരിപാടി തീർന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആർ എൻ 1 ഈസ് ഈക്വൽ ടു, ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്ത് കിട്ടും, 90 കോസ് 30 പ്ലസ് എന്തെന്ന് കിട്ടും, ആർ എൻ 2 എന്ന് കിട്ടും. ആർ എൻ ടുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ, 30 കോസ് 30 അല്ല, കോസ് തീറ്റയാണേ, സോറി തീറ്റയാണ്, ഇടയ്ക്ക് എവിടെ പോയി. അപ്പോൾ 90 കോസ് എന്താണ് തീറ്റ പ്ലസ് ആർ എൻ ടുവിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇത് കൊടുത്തൂടെ, അതായത് 30 കോസ് തീറ്റ എന്ന് കൊടുത്തൂടെ, 30 കോസ് തീറ്റ എന്ന് കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ആർ എൻ 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 120 കോസ് തീറ്റ എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 3. നമ്മളിങ്ങനെ കാര്യങ്ങൾ എഴുതി പോവുക, ഓട്ടോമാറ്റിക്കലി അത് സൊല്യൂഷൻ ആയെങ്കിൽ വന്നോളും, ഇത്രയേ ഉള്ളൂ. എല്ലാത്തിലും ചെയ്യുന്ന സാധനം ഒന്ന് തന്നെയാണ്. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സാധനം അടുത്ത് എഴുതി. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ആക്സിസിന് അലോങ് ആയിട്ട് വരുന്ന ഫോഴ്സസ് നമ്മൾ എടുക്കാൻ പറഞ്ഞാൽ ഏതൊക്കെ ഫോഴ്സ് എടുക്കും, ഈ ഒരു സാധനം എക്സ് ആണ് അലോങ് ആണ്, ഇത് എക്സിന് അലോങ് ആണ്, പിന്നെ ഉണ്ട് ഈ ഒരു സാധനം എക്സിന് അലോങ് ആണ്. ആ 3 ഫോഴ്സസ് മാത്രമല്ലേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിലേക്കുള്ള പോസിറ്റീവ് എടുത്തു. അപ്പം ഇതെന്ത് കിട്ടും, ആർ എൻ 2 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്ന സാധനം എടുത്തു, പോസിറ്റീവ് എടുത്തു, പ്ലസ് അപ്പോൾ അത് കിട്ടി. ഇനി നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് ഇതും അങ്ങോട്ട് പ്ലസ് എന്താണ്, ആർ എൻ 1 ബൈ 3 എന്ന് പറയുന്ന സാധനം കിട്ടി, പ്ലസ് മൈനസ് 90 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി, 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ആ 2 സാധനങ്ങൾ കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് ആർ എൻ 1ന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വി ഹാവ് 120 കോസ് തീറ്റ എന്നുണ്ട്. ആർ എൻ ടുവിന് പകരം വി ഹാവ് 30 കോസ് തീറ്റ. അപ്പോൾ ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആർ എൻ ടുവിൻ്റെ സ്ഥലത്ത് 30 കോസ് തീറ്റ ബൈ 3 പ്ലസ് ആർ എൻ 1ൻ്റെ സ്ഥലത്ത് 120 കോസ് തീറ്റ ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു ഇതങ്ങ് അപ്പുറത്തുണ്ടോ അല്ല 90 സൈൻ തീറ്റ. അപ്പോൾ തീറ്റയിലുള്ള ഇക്വേഷൻ ആയില്ലേ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 1/3 കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് 1/30 അല്ല 1/3 ഇവിടെ രണ്ടെന്ന് കോമൺ ആയിട്ട് LCM 3 ഇത് രണ്ടും കൂടെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. 30 + 120 എന്ന് പറഞ്ഞാൽ എത്ര, 30 + 120 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 150 കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 90 സൈൻ തീറ്റ എന്ന് കിട്ടൂലേ. ഇവിടെ നിന്ന് സൈൻ തീറ്റ ഇങ്ങനെ പുറത്തുകൊണ്ടുവന്നൂടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും, സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പുറത്ത് എന്തുണ്ട്, 90 ഓൾറെഡി ഉണ്ട്, 3 അങ്ങ് മോളിൽ പോവും, ഇൻറ്റു 3 ആവും, ഈ 150 ഇങ്ങ് താഴെ വരും, ഡിനോമിനേറ്റർ 150 ആവും. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. നമുക്ക് തിരിച്ചിട്ടാൽ മതി അല്ലേ. തിരിച്ചിടുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, സൈൻ തീറ്റ തിരിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സൈൻ തീറ്റ ബൈ എന്താണ് കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 3. സോ വി ഹാവ് ടാൻ തീറ്റ ഈസ് ഈക്വൽ, കാണാൻ രസത്തിനാണ് ഇങ്ങനെ എഴുതിയത്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇതൊക്കെ തന്നെയാണെന്തോ ആൻസർ അവസാനം നോക്കുമ്പോൾ അറിയാം, 150 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 3 വി ഹാവ് 0.55 ടാൻ ഇൻവേഴ്സ് ഓഫ് ആൻസർ which is equal to 29 point something കിട്ടും, t equal to 29.05 degree എന്ന് കിട്ടും. We have the answer.
തീറ്റ അറിയാമെങ്കിൽ ഇപ്പം Rn1 നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് തീറ്റയാണ്. വി ഹാവ് ടു ഫൈൻഡ് തീറ്റ. ഇഫ് തീറ്റ നോൺ ആയിക്കഴിഞ്ഞാൽ വി ക്യാൻ സിംപ്ലി ഫൈൻഡ് എന്താണ് Rn2. ഈ ടി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, ടിക്ക് വാല്യൂ കണ്ടുപിടിക്കാം. Rn2 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാം, ഈ Rn2ന് വാല്യൂ കണ്ടുപിടിക്കാം, തീറ്റയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. Rn1ന് വാല്യൂ കണ്ടുപിടിക്കാം, തീറ്റയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ടിയുടെ വാല്യൂ ടി എല്ലാം കിട്ടി. ഫ്രിക്ഷൻ ഓഫ് എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈ അനലൈസിങ് ദ ഗിവൺ കോൺഫിഗറേഷൻ യു ഹാവ് ടു ഡ്രോ ദി എന്ത് ഡയഗ്രാം, യു ഹാവ് ടു ഡ്രോ ദി ഫ്രീ ബോഡി ഡയഗ്രാം. അതാണ് അവിടുത്തെ ഡിഫിക്കൽട്ടി, വേറെ ഒന്നുമില്ല അവിടെ.